എത്ര വർഷം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കുന്ന ക്രിസ്മസിനുണ്ടാക്കുന്ന പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അത് വളരെ എളുപ്പത്തിൽ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഈ ഒരു സോക്കിങ്ങിന് പർപ്പസിന് വേണ്ടി നമുക്ക് എടുക്കാവുന്നതാണ്. അത് ഇന്നതെന്നൊന്നുമില്ല കേട്ടോ. എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡാർക്ക് കളറുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സീഡ്ലെസ് ആയിട്ടുള്ള ഐറ്റംസ് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ ക്രാൻബെറീസ് എടുത്തിട്ടുണ്ട്, അതുപോലെ സുൽത്താനാസ്, ഡേറ്റ്സ്, ടൂട്ടി ഫ്രൂട്ടി, ആൽമണ്ട്സ്, പ്രൂൺസ്, ഡ്രൈഡ് ജിഞ്ചർ കാൻഡി, അതുപോലെ റേസിൻസ്, ഒപ്പം തന്നെ ആപ്രിക്കോട്ട്സ്. ഇത്രയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതുപോലെ വലിയ ആപ്രിക്കോട്ട്സ് അല്ലെങ്കിൽ ആൽമണ്ട്സ്, ഡേറ്റ്സ് അതിനൊക്കെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം. ഓൾമോസ്റ്റ് എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാം. അതിലേക്ക് 200 ഗ്രാം ആപ്രിക്കോട്ട്സ് ചെറുതാക്കി മുറിച്ചത്, 200 ഗ്രാം ക്രാൻബെറീസ്, അതേപോലെ തന്നെ 200 ഗ്രാം സുൽത്താനാസ് അഥവാ മഞ്ഞ കളറിലുള്ള റേസിൻസ്, 200 ഗ്രാം ഡേറ്റ്സ് ചെറുതാക്കി മുറിച്ചത്, 50 ഗ്രാം ഡ്രൈഡ് ജിഞ്ചർ കാൻഡി, അതേപോലെ തന്നെ 200 ഗ്രാം ആൽമണ്ട്സ് ചെറുതാക്കി മുറിച്ചത്, 200 ഗ്രാം ബ്ലാക്ക് റേസിൻസ്, അതേപോലെ 200 ഗ്രാം ടൂട്ടി ഫ്രൂട്ടി, 50 ഗ്രാം പ്രൂൺസ്. ഇത്രയാണ് ഞാനിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല വേണം. അതിനുവേണ്ടി ഒരു ചെറിയ കഷ്ണം ചുക്ക് എടുക്കാം, 3 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം ജാതിക്കായ, ജാതി പത്രിയല്ല, ജാതിക്കായുടെ ഉള്ളിലുള്ള കായാണ് ചെറിയ കഷ്ണം, അതുപോലെ 7 മുതൽ 8 വരെ ഗ്രാമ്പു, 3 മുതൽ 4 വരെ കറുവപ്പട്ട. ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തൊന്ന് കൊണ്ടുവരാം. ഈ പൊടിച്ചെടുത്ത മസാല ഏതാണ്ട് ഒരു 3 ടീസ്പൂൺ വരെ വരും. ഇനി നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് മിക്സിലേക്ക് ഈ പൊടിച്ച മസാല കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മരത്തവി ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയൊക്കെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ നായി കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാനായിട്ട് ഒന്നുകിൽ ഒരു ഗ്ലാസിന്റെ ബോട്ടിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെറാമിക് ജാർ വേണം എടുക്കാനായിട്ട്. നന്നായി കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനെടുത്ത സ്പൂൺ ചെറുതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു മെഷറിംഗ് കപ്പ് ഉപയോഗിച്ചിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന കുപ്പിയുടെ 1/4 ഭാഗം വരെ മാത്രമേ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഇതിലേക്ക് ആൽക്കഹോൾ അല്ലെങ്കിൽ വൈനൊക്കെ ചേർത്ത് സോക്ക് ചെയ്യുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് വീർത്ത് വരും. അപ്പോൾ അതിനുള്ള സ്പേസ് നമ്മൾ എപ്പോഴും വിട്ടിട്ട് വേണം ഫില്ല് ചെയ്യാനായിട്ട്. ഞാനിവിടെ ഡാർക്ക് റമ്മാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൽക്കഹോൾ, ബ്രാൻഡി വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വൈൻ, അല്ലെങ്കിൽ ഗ്രേപ്പ്, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ റം ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് കൂടി വർക്ക് ചെയ്യും. നമ്മൾ സാധാരണ ഉപ്പിലിടുമ്പോൾ അതിലെ വെള്ളം കൂടുതൽ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുമ്പോഴും റം മുന്നിട്ട് നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ റമ്മിൻ്റെ അളവ് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ റം എടുക്കില്ല, അത് സ്ട്രെയിൻ ചെയ്തിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമാണ് നമ്മൾ എടുക്കാറുള്ളൂ. ഇനി ബാക്കിയുള്ള ആൽക്കഹോളിൻ്റെ അംശമൊക്കെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഇവാപ്പറേറ്റ് ആയി പൊക്കോളും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. എന്നിട്ടൊരു ഡാർക്ക് ആയിട്ടുള്ള സ്ഥലത്ത് വേണം ഇത് സൂക്ഷിക്കാനായിട്ട്. സൺലൈറ്റ് ഒട്ടും തന്നെ തട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 3 മുതൽ 4 വരെ ദിവസം നമുക്ക് ഇതുപോലെ ഈ കുപ്പി ഒന്ന് കുലുക്കി കൊടുക്കാം. ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് കാണാൻ പറ്റും ആൽക്കഹോളിൻ്റെ അളവൊക്കെ കുറച്ച് കുറഞ്ഞതായിട്ട് കാണാം. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ റേസിൻസ് ഒക്കെ ചെറുതായിട്ടൊന്ന് വീർത്ത് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആൽക്കഹോൾ ഒരേപോലെ നമുക്ക് സ്പ്രെഡാക്കി കിട്ടണം. ഇനി വീണ്ടും നമുക്കൊരു ഡാർക്ക് പ്ലേസിൽ നമുക്ക് സൂക്ഷിക്കാം. എന്നിട്ട് എന്നാണ് നിങ്ങൾ ക്രിസ്മസിന് കേക്ക് ബേക്ക് ചെയ്യുന്നത് അന്ന് വരെ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ്. എത്ര വർഷം വേണമെങ്കിലും കേടുകൂടാതിരിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടി ആണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ ഏകദേശം 5 വർഷം മുന്നേ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ. ഇതുവരെ യാതൊരു കേടും വന്നിട്ടില്ല. എപ്പോഴും ഉണങ്ങിയ ഒരു സ്പൂൺ കൊണ്ട് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി.